വീണ്ടും ഒരു സ്വപ്ന പദ്ധതിയിലേക്കാണ് വയനാട് തുരങ്കപാതയുടെ ആദ്യഘട്ടമായ പാറ പൊട്ടിക്കൽ ആരംഭിച്ചു. തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ചു. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയാണ് തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റ് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിനിയോസ് ഇഞ്ചനാനിയിലും പറഞ്ഞു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന്റെ ആദ്യ പാറ പൊട്ടിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിച്ച് ഓൺ ചെയ്ത് നിർവഹിച്ചു. ഇരട്ട തുരങ്കങ്ങളിലൊന്നായ ഇടതുവശത്തെ ടണലിൽ 23 ദ്വാരങ്ങൾ തീർത്താണ് ആദ്യ സ്ഫോടനം നടത്തിയത്. പദ്ധതിയിൽ യാതൊരു തടസ്സങ്ങളും പ്രതീക്ഷിക്കുന്നില്ലെന്നും മൺസൂൺ കാലത്ത് പോലും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകുന്ന വിധമാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതെന്നും കിഫ്ബി ഡയറക്ടർ KV പുരുഷോത്തമൻ പറഞ്ഞു. മൺസൂൺ കൊണ്ട് ടണലിനകത്ത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മൺസൂൺ അതിന് യാതൊരു പ്രയാസമുള്ള ഒരു കാര്യമല്ല. ഇതേ സ്പീഡിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് ഇവിടെ 365 ദിവസവും നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഒരു മാസത്തിനകം എതിർവശത്ത് മേപ്പാടിയിൽ നിന്നും തുരക്കുന്ന പ്രവൃത്തിയും ആരംഭിക്കും. തുരങ്ക നിർമ്മാണത്തിന് അനുയോജ്യമായ ഭൗമഘടനയാണ് ഇവിടെയുള്ളതെന്ന് കൊങ്കൺ റെയിൽവേ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗുൽസാർ അഹമ്മദ് പറഞ്ഞു. Very good geology is a very favorable geology we have seen in the comparative to the Himalayas in the Jammu and Kashmir, in the Himachal Pradesh, in the Uttarakhand, all that we have worked there. We have seen there are a lot of geological surprises there. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയാണ് ഈ ആദ്യ ബ്ലാസ്റ്റ് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ബ്ലാസ്റ്റിംഗ് അനാവശ്യ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും നേരെയുള്ള ബ്ലാസ്റ്റിംഗ് കൂടിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും എതിർത്തവർ പോലും ഈ തുരങ്കപാതയിലൂടെ സഞ്ചരിക്കുന്ന കാലം വരുമെന്നും ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിനിയോസ് ഇഞ്ചനാനിയിൽ അമൃത ന്യൂസിനോട് പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെയും KM മാണിയെയും സ്മരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ശ്രീ KM മാണി അന്ന് ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തോടും വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സ്വപ്നം കണ്ട ഒരു പദ്ധതി അത് സാക്ഷാത്കരിക്കുന്നു. അതേസമയം സുരക്ഷിതമായി ബ്ലാസ്റ്റ് നടന്നതിന്റെ സന്തോഷത്തിലായിരുന്നു നാട്ടുകാരും. ഈ ഒരു ബ്ലാസ്റ്റിംഗ് തന്നെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കണ്ട സമയത്ത് നമ്മളൊക്കെ സാക്ഷിയായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ല. അത് ആ സമയത്തുള്ള സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പാറ പൊട്ടിക്കുമ്പോൾ തന്നെയുള്ള ഒരു സംവിധാനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന പാത, ആനക്കാംപൊയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാത, നാട്ടുകാരുടെ കാലാകാലങ്ങളായുള്ള ആവശ്യത്തിനാണ് ഇന്ന് ആദ്യ വെടിമുഴങ്ങിയിരിക്കുന്നത്. ക്യാമറാമാൻ KP ഷൈജുവിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.